ക്രിസ്തുയേശുവിൻ ധന്യ തിരുനാമത്തിൽ എല്ലാവർക്കും വന്ദനങ്ങൾ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അതിപവിത്രവും നിർമ്മലവുമായ ചില ആശയങ്ങളാണ് ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് ആധാരം. ക്ലബ് ഹൗസ് ചർച്ചകളിൽ യേശുക്രിസ്തു എന്ന അതുല്യ വ്യക്തിത്വത്തിൻ്റെ ശക്തിവിശേഷങ്ങളെക്കുറിച്ചും യേശുവെന്ന ലോകരക്ഷിതാവിൻ്റെ നന്മകളെക്കുറിച്ച് ഒക്കെ ഞങ്ങൾ പ്രസംഗിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ദിവസങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ യേശുവിൻ്റെ മനുഷ്യ ശരീരം സംബന്ധിച്ച് ഒരു ചർച്ച വന്നു. യേശുവെന്ന മനുഷ്യനും യേശുവെന്ന ദൈവവും ഒരു വ്യക്തിത്വത്തിൽ പൂർണ്ണ അളവിൽ സമ്മേളിച്ചിരിക്കുന്നു എന്നതാണ് ക്രൈസ്തവ സിദ്ധാന്തം. ക്രൈസ്തവ വിശ്വാസധാരയനുസരിച്ച് യേശുവിലെ മനുഷ്യത്വം സമ്പൂർണ്ണമാണ്, ദൈവത്വം സമ്പൂർണ്ണമാണ്. ഈ രണ്ട് സമ്പൂർണ്ണതകളെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ് പറയുക. ഹൈപ്പോസ്റ്റാസിസ് എന്ന ഈ പദം നിങ്ങൾക്ക് എബ്രാ ലേഖനം 1:3 ഗ്രീക്ക് വേർഷൻ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അതുകൊണ്ട് ഇത് ഒരു വലിയ പിടികിട്ടാത്ത കാര്യമായിട്ടോ ഉത്തരമില്ലാത്തൊരു വിഷയമായിട്ടോ ഒന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ആദ്യം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമെടുത്തത് എവിടെ നിന്നാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന വേദഭാഗങ്ങളിലൂടെ സഞ്ചരിക്കാം. നിങ്ങളുടെ പക്കൽ ബൈബിൾ ഉണ്ടെങ്കിൽ, അല്ല നിങ്ങൾ കൂടുതൽ വിശകലനത്തിന് അത് വിധേയമാക്കുമെങ്കിൽ വായിച്ചാൽ മതി. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 46-47 വാക്യങ്ങൾ അങ്ങോട്ട് പരിശോധിച്ച് വരുമ്പോൾ ആദമിൻ്റെ ശരീരത്തെപ്പറ്റി പറയുന്നു. ആദം മണ്ണിൽ നിന്ന് ഉള്ളവൻ, എന്നാൽ ഒടുക്കത്തെ ആദം എന്ന യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. യേശുവിൻ്റെ തിരുശരീരം ഭൂമിയിലെ ഏതെങ്കിലും മനുഷ്യരിൻ്റെ DNA വഴിയോ ഏതെങ്കിലും പരമ്പരാഗത ഘടകങ്ങൾ വഴിയോ രൂപപ്പെടുത്തിയതാകാം എന്ന ഒരു വാദം പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത് വിശുദ്ധ മറിയയുടെ ശരീരത്തിൽ നിന്നാണ് യേശുവിൻ്റെ ശരീരം രൂപപ്പെട്ടത് എന്ന ആ കാഴ്ചപ്പാടിന് ഏറ്റവും ഊന്നൽ നൽകുന്നത് കാത്തലിക് വിശ്വാസവും യാക്കോബിറ്റ് ഓർത്തഡോക്സ് ചിന്താധാരകളുമൊക്കെയാണ്. എന്നാൽ ഇതിന് കാത്തലിക് സഹോദരങ്ങളും ഓർത്തഡോക്സ് യാക്കോബായ സഹോദരങ്ങളും 2 തരത്തിലെ കാഴ്ചപ്പാടുകളാണ് മുമ്പോട്ട് വെക്കുന്നത്. അവയൊരു വിമർശന വിധേയമാക്കാൻ ഞാൻ ഈ ഘട്ടം ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടെ ഈ സഹോദരങ്ങൾ പഠിപ്പിക്കുന്നു എന്നതിലുപരി വിശുദ്ധ ബൈബിൾ എന്താണ് ഇതേപ്പറ്റി പറയുന്നത് എന്ന് പറയാനാണ് എനിക്കേറെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സഭയുടെ പഠിപ്പിക്കലുകളെ വിമർശിക്കുക എന്ന ഒരു ലക്ഷ്യം ഈ വീഡിയോ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നില്ല. എങ്കിലും അവയുടെ ചില അപര്യാപ്തതകൾ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയാസം വരാത്ത വിധത്തിൽ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ വിമർശനങ്ങളിലൊന്നും ഏതെങ്കിലും ഒരു സഭയുടെ പഠിപ്പിക്കലുകളെ അവഹേളിക്കും വിധം ഞാൻ സംസാരിക്കാറില്ല. കാരണം ആ സഭകളിലെ വിശ്വാസികളും അതിലെ പുരോഹിതന്മാരും ഏറ്റവും ശ്രേഷ്ഠം എന്ന് കരുതുന്ന ഒരാശയത്തെ എനിക്ക് പുച്ഛിക്കാനോ അവഹേളിക്കാനോ താല്പര്യമില്ല. ഇതിനോടനുബന്ധിച്ചൊരു കാര്യമുള്ളത്, യാക്കോബായ സഭയിലെ ബഹുമാന്യനായ ഒരു കോർ എപ്പിസ്കോപ്പ അവറുകൾ എനിക്ക് ഇത് സംബന്ധിച്ച് തന്ന ഒരു മറുപടി വീഡിയോ ഉണ്ട്. അദ്ദേഹം വളരെ മാന്യമായൊരു ഭാഷയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തു എന്നതിലും ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. വിയോജിപ്പുകൾ സ്നേഹബുദ്ധിയ പറയുന്നത് ഒരിക്കലും തെറ്റല്ല. അത് ആശയപ്രകാശനത്തിൻ്റെ ഏറ്റവും മാന്യമായ രീതിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പെന്തക്കോസ്ത് ബ്രദറൻ ഇതര സഹോദരങ്ങൾ, ഇത് അവർക്കെതിരെയുള്ള ഒരു വീഡിയോയായി ദയവായി തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇതിൽ അവലംബമാക്കുന്നത് വിശുദ്ധ ബൈബിൾ ചിന്തകളെയാണ്. വളരെ കൃത്യമായി ബൈബിൾ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ ശരീരം അത് സ്വർഗത്തിൽ നിന്നാണ്. മനുഷ്യനായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ യാതൊരു വിധത്തിലും ഭൂമിയിലെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്ന് അഖണ്ഡിതമായി ബൈബിൾ പറയുന്നു. എന്താണ് അങ്ങനെ ചിന്തിക്കാനുള്ള ന്യായം എന്ന് നിങ്ങൾക്ക് തോന്നാം.
തീർച്ചയായിട്ടും വേദപുസ്തകത്തിലെ ധാരാളം വചനങ്ങൾ ഇതിന് നമുക്ക് അനുകൂലമായി കിടക്കുന്നു എന്നത് മറക്കണ്ട. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യർക്കിടയിൽ നടക്കുന്ന ഏത് മഹാപുരോഹിതനും ഒരു അപര്യാപ്തതയുണ്ട്, ഒരു ബലഹീനതയുണ്ട്. അത് അയാൾ തനിക്ക് വേണ്ടി കൂടി യാഗം കഴിക്കണം. മറ്റുള്ളവരുടെ പാപം പരിഹരിക്കുന്നതോടൊപ്പം തൻ്റെ കൂടി പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. എന്നാൽ യേശു അങ്ങനെയല്ല. ഉയരത്തിൽ നിന്ന് വന്ന ഈ പുരോഹിതന് മനുഷ്യർക്കിടയിൽ നിന്ന് വന്ന പുരോഹിതനേക്കാൾ ഉള്ള ശ്രേഷ്ഠത ഊന്നി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം ബൈബിളിലെ റിസറക്ഷൻ ചാപ്റ്ററാണ്, ഉയർപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. 1-ാം ആദാം മണ്ണുകൊണ്ടുള്ളവൻ എന്ന് പറഞ്ഞിട്ട് ഒടുക്കത്തെ ആദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ രൂപകാർത്ഥത്തിൽ പറയുന്നതാണെന്ന് എവർക്കും അറിയാം. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വന്നവൻ. മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ നാം ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. അങ്ങനെ നമ്മൾ രൂപാന്തര ശരീരികളായി ക്രിസ്തുവിൻ്റെ മഹത്വമാർന്ന ആ ശരീരത്തോട് ഏകീഭവിക്കും എന്ന് പറയുന്നു. ചുരുക്കത്തിൽ യേശുവിൻ്റെ ശരീരം വിശുദ്ധ മറിയയുടെ ഉദരത്തിൽ നിന്നെടുത്തു എന്ന് പറയത്തക്ക യാതൊരു ന്യായങ്ങളും ബൈബിളിൽ കാണുന്നില്ല. മറിയയുടെ ഗർഭാശയത്തിൽ നിന്ന് അങ്ങനെ ഒരു പുരുഷനെ എടുക്കുക സാധ്യമല്ല. കാരണം എന്തെന്നാൽ മറിയ ജന്മസിദ്ധമായിട്ട് സ്ത്രീയാണ്, അവർക്ക് സ്ത്രീ സഹജ സ്വഭാവമാണുള്ളത്. അപ്പോൾ ഒരു സ്ത്രീയിൽ നിന്ന് ഒരിക്കലും ഒരു പുരുഷൻ ഉണ്ടായി വരിക എന്നത് സ്വാഭാവികമായി കഴിയില്ല. നമുക്കറിയാം, സ്ത്രീയിൽ എക്സ് ക്രോമസോമാണ്, ഒരിക്കലും വൈ ക്രോമസോമുകൾ സ്ത്രീയിലില്ല. അത് ദൈവത്തെക്കൊണ്ട് അസാധ്യമായതൊന്നുമില്ല എന്നൊരു വചനം കൊണ്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ നേരിടാം. എന്നാൽ അതിന് പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എങ്ങനെ ആണ് ഇത് തലമുറകളിലൂടെ വന്ന ഒരു ശിശുവാണെന്ന് പറയാൻ പറ്റുന്നത്? കാരണം ദാവീദിൻ സന്തതിയായി ജനിച്ചു വന്ന ഒരു ശിശു എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ വരുമ്പോൾ എങ്ങനെയാണ് ഈ പിതൃപാരമ്പര്യം ഈ മറിയിലേക്ക് വന്നെത്തുന്നത്? അവിടെയും ഒരു പ്രശ്നമുണ്ട്. ബൈബിൾ ഒരിക്കലും ഈ യേശുവിനെ ദാവീദിൻ സന്തതി എന്ന് വിളിക്കുന്നത് മറിയയുടെ മകൻ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് യോസേഫിൻ്റെ മകൻ എന്ന അർത്ഥത്തിലാണ്. വംശാവലിയുടെ 2 തരം വിശദീകരണങ്ങൾ ബൈബിളിലുണ്ട്. അത് എന്നെത്തുന്നത് കൃത്യമായി അബ്രഹാമിലേക്കും ഇസഹാക്കിലേക്കുമൊക്കെ തന്നെയാണ്. 2 റൂട്ടിലൂടെ അത് വരുന്നു എന്ന് മാത്രം. അതിനകത്ത് വൈരുദ്ധ്യമല്ല നിലനിൽക്കുന്നത്. 2 തലത്തിലൂടെ ഒരാശയത്തിലേക്ക്, ഒരു സ്ഥലത്തേക്ക് അത് ചെല്ലുന്നു എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ നിങ്ങൾ എങ്ങനെ പരിശോധിച്ചാലും ഏത് രൂപേണ കാര്യങ്ങളെ കൈക്കൊണ്ടാലും ഒരു കാര്യം മനസ്സിലാക്കണം. യോസേഫ് എന്ന ആൾ വിശുദ്ധ മറിയത്തെ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും യേശു ദാവീദിൻ്റെ സന്തതിയല്ല. മറിയത്തിലൂടെ അല്ല, ചുരുക്കി പറഞ്ഞാൽ ഈ ദാവീദിൻ സന്തതി എന്ന് പറയുന്ന ആ പ്രയോഗത്തിന് പ്രസക്തി വരുന്നത്, മറിച്ച് മറിയെ വിവാഹം കഴിച്ച യോസേഫ് എന്ന ദൈവമനുഷ്യനിലൂടെയാണ് ഈ കാര്യത്തിന് പ്രസക്തി വരുന്നത്. അതെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശദമായ ഒരു വായന ഈ വംശാവലി പട്ടിയെടുത്ത് വായിച്ചാൽ മനസ്സിലാകും. അതായത് യോസേഫ് മറിയെ വിവാഹം കഴിക്കുന്നു, അവളിൽ നിന്ന് ക്രിസ്തു പിറക്കുന്നു. അവളിൽ നിന്ന് എന്നതിന് കൊടുക്കുന്നൊരാശയം അവളിൽ നിന്നൊരു ശരീരമെടുത്തു എന്ന് പറയുമ്പോൾ 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 47 മുതൽ പറയുന്ന വേദഭാഗങ്ങൾ അതിന് കോൺട്രഡിക്ഷൻ എന്ന് വരും. ഇവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. തീർച്ചയായിട്ടും ഈ ശരീരം സ്വർഗീയമായ ഒരു മനുഷ്യ ശരീരമാണ്. അപ്പോൾ ചോദിക്കും, സ്വർഗീയമായൊരു മനുഷ്യ ശരീരമോ? അതെങ്ങനെ? ദൈവത്തെക്കൊണ്ട് അസാധ്യമായതൊന്നുമില്ല എന്ന് പറയുന്ന നമ്മൾ തന്നെയാണ് ഈ തരത്തിൽ ചോദിക്കുന്നത് എന്നുകൂടി ഓർക്കണം. ദൈവത്തിന് ഒരു സ്വർഗീയമായ മനുഷ്യ ശരീരം നമുക്ക് തരാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അത് മണ്ണുകൊണ്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തൊരു കാര്യം, മറിയ ചോദിക്കുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയായിയാൽ ഇതെങ്ങനെ? അത് ഒരു പുരുഷൻ തൻ്റെ ഉള്ളിൽ നിന്ന് ജനിക്കുമെന്നുള്ള ആ ചോദ്യമല്ല. അതായത് ക്രോമസോമുകളെക്കുറിച്ചൊരു ആശങ്കയൊന്നുമല്ല വെക്കുന്നത്. കാരണം മറിയെപ്പോലെ ഒരു ഗ്രാമീണ പെൺകുട്ടി ഇത്തരത്തിൽ ഇന്ന് വളർന്ന ഒരു ഭ്രൂണശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ അത്ര സാധ്യത കാണുന്നില്ല. തനിക്കറിയേണ്ടത് പുരുഷ സമാഗമം കൂടാതെ ഒരു കുട്ടി എങ്ങനെ ജനിക്കുമെന്നുള്ള സാധാരണ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ദൂതൻ പറയുന്നു, ദൈവത്തെക്കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല. ചുരുക്കത്തിൽ മുൻകൂട്ടി നമ്മുടെ കർത്താവ് നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ പിതാവിൻ്റെ ഹിതപ്രകാരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജഡത്തിലൂടെ മറിയയുടെ ഉദരത്തിലൂടെ വെളിപ്പെട്ട് വരിക മാത്രമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇനി അതിലെന്താണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. പ്രശ്നമൊന്നുമില്ലെന്ന് മാത്രമല്ല, ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു ചിന്താഗതി ഇത് തന്നെയാണ്. ഏറ്റവും ബിബ്ലിക്കലായ ഒരു ചിന്താധാര ഇത് തന്നെയാണ്. അല്ലെങ്കിൽ വലിയൊരു ബേഡൻ നമുക്കിവിടെ ഉണ്ടാകുന്നു. ആദ്യം നമുക്ക് മറിയെ വിശുദ്ധയാക്കേണ്ടി വരുന്നു. മറിയെ വിശുദ്ധയാക്കി പ്രഖ്യാപിച്ചിട്ട് മറിയത്തിന് ഒരു തരത്തിലും പാപമില്ലാത്ത ഒരു ശരീരമുണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടി വരുന്നു.
ആ ശരീരം അതുകൊണ്ട് തന്നെ പെട്ടകമായിരുന്നു. എങ്ങനെ അതിലേക്ക് ദൈവപുത്രൻ വരുമ്പോൾ അത് ശുദ്ധിയായി എന്നൊക്കെ നിലയിൽ ചില കൽപ്പിത വ്യാഖ്യാനങ്ങളോ പരികൽപ്പനകളോ പറയേണ്ടി വരുന്നു. ഇത്രയും വലിയൊരു സിദ്ധാന്തം എന്തുകൊണ്ട് യേശുവോ അപ്പോസ്തലന്മാരോ മറിയമോ ഒരിക്കലും പറഞ്ഞില്ല എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. അവിടെയാണ് 4-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രം രൂപപ്പെട്ടു വന്ന ഒരു ചിന്താധാരയുടെ പിന്നാലെ ആളുകൾ ഈ ക്രിസ്റ്റോളജി എന്ന ആ പവിത്രമായ ക്രിസ്തു വിജ്ഞാനീയത്തെ വികലമാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കുക, പഠിക്കുക എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. ഇനി എൻ്റെ വാദഗതികളിൽ പലപ്പോഴും വരുന്ന ആളുകൾക്ക് ചിലർക്കെങ്കിലും വിയോജിക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ മനുഷ്യ ശരീരവും യേശുവിന് പണ്ടേ ഉണ്ടായിരുന്നതാണ്, പണ്ടേ ഉള്ളതാണ്. അപ്പോൾ പണ്ടേ ഒരു മനുഷ്യ ശരീരം യേശുവിനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഒരു ചോദ്യമാണ്. ഓർക്കുക, ഞാൻ വിവക്ഷിക്കുന്നതും വിശദീകരിക്കുന്നതും നമ്മുടെ മുമ്പിൽ ലഭ്യമായ വിശുദ്ധ ലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏതൊരു ചിന്തയുടെയും അടിസ്ഥാന വിഷയം ക്രിസ്തുവിനെ സംബന്ധിച്ചോ നമ്മുടെ സഭയെ സംബന്ധിച്ചോ ഏതൊരു കാര്യത്തിൻ്റെയും അടിസ്ഥാനം തിരുവെഴുത്തായിരിക്കണം. ആ തിരുവെഴുത്തിനോട് തുടർന്നു വരുന്ന പാരമ്പര്യങ്ങൾ യോജിക്കുന്നെങ്കിൽ പാരമ്പര്യം അവിടെ വിശുദ്ധമാവുകയാണ്. അതുപോലെ തന്നെ പിൽക്കാലത്ത് സുന്നകദോസുകളോ വ്യക്തികളോ പണ്ഡിതന്മാരോ ഒരാശയം ഉറപ്പിച്ചു പറയുമ്പോൾ അതിന് സ്ലീഹന്മാർ പഠിപ്പിച്ച പാഠങ്ങളിൽ ഒരു ഉറപ്പ് കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരുടെ തീരുമാനം പരിശുദ്ധമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം ചെറിയ ചിന്താക്കുഴപ്പങ്ങളെയൊക്കെ മാറ്റി, പഠിതാക്കളുടെ ഇടയിലെ ആശങ്ക മാറ്റി, ബൈബിളിനോട് അല്ലെങ്കിൽ അപ്പോസ്തോലിക പഠനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടെടുത്തു എന്നതുകൊണ്ട് ഈ സുന്നോദോസിൽ കൗൺസിലുകളിൽ കൂടി പറയുന്ന കാര്യങ്ങൾ അത് വിശുദ്ധ ലിഖിതങ്ങളോട് പൊരുത്തപ്പെടുമ്പോൾ അത് അങ്ങേയറ്റം പരിശുദ്ധമാകുന്നു. എന്നാൽ എവിടെയെങ്കിലും ഒരിടത്ത് അത് വിശുദ്ധ ലിഖിതങ്ങളോട്, യേശുവിൻ്റെ കാഴ്ചപ്പാടുകളോട്, സ്ലീഹന്മാരുടെ അധ്യയനങ്ങളോട് മാറിപ്പോകുന്നിടത്ത് അവയെ തള്ളിക്കളയാതെ നമുക്ക് രക്ഷയില്ല. ചുരുക്കി പറഞ്ഞാൽ പാരമ്പര്യ പഠനങ്ങളും വിശുദ്ധ ലിഖിതവും ഏതെങ്കിലും ഒരിടത്ത് വെച്ച് രണ്ടായി പിരിയുന്നെങ്കിൽ അവ തമ്മിൽ ഒരു ക്ലാഷ് വരുമ്പോൾ, ഒരു സംഘർഷം വരുമ്പോൾ നിങ്ങൾ പോകേണ്ടത് ഒരിക്കലും പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലേക്കോ സുന്നകദോസുകളുടെ തീരുമാനങ്ങളിലൊക്കെ അല്ല, മറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിലേക്ക് തന്നെയാണ്. അതാണ് ആത്യന്തിക വിധി പറയാനുള്ള രേഖയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതൊക്കെ സാധാരണഗതിയിൽ സഭകളൊക്കെ അംഗീകരിക്കും. എന്നിരുന്നാലും ബൈബിൾ സത്യങ്ങളെ വിട്ടിറങ്ങാൻ ചിലർ ഒരു വ്യഗ്രത കാണിക്കും. അതിൽ നിങ്ങൾ തന്നെ പരിശോധിക്കുക, അതാണോ യുക്തം? കാരണം കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ, ആ വചനമാണ് നമ്മുടെ പക്കലിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ, ഇനി യേശുവിൻ്റെ ശരീരം മുൻകൂട്ടി ഉണ്ടായിരുന്നു എന്ന് പറയാൻ അതൊരു സാഹസികമല്ലേ എന്ന് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നും. പക്ഷേ ഇനി പറയുന്ന വേദഭാഗങ്ങൾ നിങ്ങൾ സസൂക്ഷ്മം ഒന്ന് പഠിക്കണം. ആദ്യമായിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഗെത്സമനയിലെ പ്രാർത്ഥനയിലേക്ക് നമുക്കൊന്ന് പോകാം. കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് നിൻ്റെ അരികിൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ ചേർക്കണം, എന്നെ കൈക്കൊള്ളണം, എന്നെ മഹത്വപ്പെടുത്തണം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 5-ാമത് വാക്യമാണ്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവിൻ്റെ അരികിൽ പുത്രനുണ്ടായിരുന്ന മഹത്വം. എപ്പോഴും ഓർക്കുക, ഭക്ഷണം കഴിച്ചത്, പ്രാർത്ഥിക്കുന്നത്, കടലിൽ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത്, നമുക്കിടയിൽ വസിച്ചത് മനുഷ്യത്വത്തിൻ്റെ ആ പ്രതിഫലനമാണ് കൂടുതലും. അപ്പം മനുഷ്യത്വത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്, മനുഷ്യത്വത്തിലാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹ്യൂമൻ നേച്ചറാണ് ആ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഹ്യൂമൻ നേച്ചറിലാണെങ്കിൽ ഈ ഹ്യൂമൻ നേച്ചറുള്ള കർത്താവിന് ലോക സൃഷ്ടിക്ക് മുമ്പ് പിതാവിൻ്റെ അരികിൽ ഒരു മഹത്വമുണ്ടായിരുന്നു. അപ്പോൾ ഈ മഹത്വത്തിലേക്ക് എന്നെ ചേർക്കണം എന്ന് കർത്താവ് പറയുകയും ഭയഭക്തി നിമിത്തം ഇതിന് ഉത്തരം ലഭിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന പിതാവിനോട് ഉറച്ച വിളിയോടും ഭക്തിയോടും കൂടി അഭയയാചന കഴിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. മഹത്വത്തിലേക്കുള്ള ആ കയറിപ്പോക്ക്, ആ ഉയർച്ച, ആ ഉദ്ധാനം എങ്ങനായിരുന്നു എന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൻ്റെ ഒടുവിൽ പറയുകയാണ്. നാം അവനെ ഇപ്പോൾ മഹത്വമണിഞ്ഞവനായി കാണുന്നു. ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം. ഇനി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത് വചനത്തിലും ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സകല നാമത്തിനും മേലായ നാമം നൽകി ദൈവം അവനെ ഉയർത്തി. അപ്പോൾ ഇത് കേൾക്കുന്ന നിഷ്പക്ഷമതികളായ എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കുക,
ദൈവം അവനെ സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തി, അല്ലെങ്കിൽ മഹത്വവും തേജസ്സും അണിഞ്ഞവനായി നാം അവനെ ഇപ്പോൾ കാണുന്നു എന്ന് പറയുന്ന ഈ സ്ഥിതി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കർത്താവിൻ്റെ ഉദ്ധാനാവസ്ഥയ്ക്ക് ശേഷമുള്ള ആ പൊസിഷൻ, ആ പ്രിവിലേജ്, ആ സ്റ്റാറ്റസ് യോഹന്നാൻ 17:5 പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ആൻസർ അല്ലേ? എന്ന് വച്ചാൽ ഈ കിട്ടിയ സ്റ്റാറ്റസിന് വേണ്ടിയല്ലേ യേശു പ്രാർത്ഥിച്ചത്? ഈ നിലയിലേക്ക് തനിക്ക് തിരികെ പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലണമെന്നുള്ള ആ താല്പര്യമല്ലേ യേശു പ്രകടിപ്പിച്ചത്? അങ്ങനെയെങ്കിൽ നമുക്ക് യേശുവിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് അവിടെ കിട്ടിയ ആ സ്റ്റാറ്റസിന് നമ്മുടെ പഠന സൗകര്യാർത്ഥം എക്സ് എന്ന് പേരിടാം. നമ്മൾ പ്രയാസമുള്ള കാര്യങ്ങൾ ലഘൂകരിക്കാൻ മാത്തമാറ്റിക്സിൻ്റെ ഒരു ഭാഷയാണുള്ളത്. അങ്ങനെയെങ്കിൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് നിൻ്റെ അരികിൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണം. അപ്പോൾ ലോക സൃഷ്ടിക്ക് മുമ്പ്, അതായത് ഉൽപ്പത്തി 1:1, അതിനു മുമ്പ് 90 സങ്കീർത്തനം ഒക്കെ പറയുന്ന ആ ഭാഗമുണ്ടല്ലോ, പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു എന്ന് പറയുന്ന അതിനും ആ ഘട്ടത്തിലേക്ക് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് ആരംഭിക്കുന്ന നമ്മുടെ ഭാഷയിൽ മനസ്സിലാകുന്ന ആ നിത്യതയുടെ ഒരു ഘട്ടത്തിൽ ആ ടൈം നമുക്ക് അറിഞ്ഞുകൂടാ, അത് ടൈംലെസ് പാസ്റ്റാണ്. അവിടെ വെച്ച് ദൈവപുത്രന് ഒരു മനുഷ്യ ശരീരമുണ്ടായിരുന്നു. അതിലൊരു തെറ്റുമില്ല അങ്ങനെ വിശ്വസിക്കുന്നത്. ആ മനുഷ്യ ശരീരത്തിൻ്റെ സവിശേഷത എന്ത് എന്ന് ചോദിച്ചാൽ, പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ലോക സൃഷ്ടിക്ക് മുമ്പ്, ഈ പ്രാർത്ഥിക്കുന്ന പുത്രൻ മനുഷ്യനാണല്ലോ, ലോക സൃഷ്ടിക്ക് മുമ്പ് പിതാവേ നിൻ്റെ അരികിൽ എനിക്ക് മഹത്വം ഉണ്ടായിരുന്നു. ഈ മനുഷ്യ ശരീരത്തിൽ പ്രാർത്ഥിക്കുന്ന ക്രിസ്തു പറയുക, എനിക്ക് മഹത്വം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ മഹത്വത്തിന് ഞാൻ എക്സ് എന്നൊരു സ്റ്റാറ്റസ് ഇട്ടു. അതാണ് എൻ്റെ പ്രിവിലേജ്. എങ്കിൽ പ്രാർത്ഥനയ്ക്ക് ആൻസർ കിട്ടുമ്പോൾ ഈ X+1 എന്നാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ X-1 എന്നാണോ കിട്ടുന്നത്? അല്ല, ആ എക്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പൂർവാസ്തിത്വത്തിലെ അല്ലെങ്കിൽ പ്രീഡെസ്റ്റിനേറ്റഡ് ക്രൈസ്റ്റ് ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോഴുള്ള ക്രിസ്തുവിനെ നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോഴുള്ള ക്രിസ്തുവിൽ മനുഷ്യത്വമുണ്ടോ? ഉണ്ട്. അതെല്ലാ സഭകളും അംഗീകരിക്കുന്നു. പക്ഷേ അത് ഇന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലൊരു മാനവികത, അതുപോലൊരു ഹ്യൂമൻ നേച്ചർ പണ്ടുണ്ടായിരുന്നു. അതിനാണ് ഈ വചനം, ഞാൻ ഈ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വച്ചത്. ഒരു പക്ഷേ ഇത്തരമൊരാശയം ആദ്യമായി കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകാവുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് ഉത്തരം ബൈബിളിൽ തന്നെ ഞാൻ തരാം. എന്താണ് കാരണം? നിങ്ങൾ വീണ്ടും റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29 കൊലോസ്യർ 1:15 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളും ഒക്കെ വായിക്കണം. അവിടെ നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുക, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്, അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ. അപ്പോൾ ദേഹരൂപമായിരുന്നവൻ സകലത്തിനും മുൻപേ ഉള്ളവൻ. അതിലെന്താണ് അപകടം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നുള്ള ക്രിസ്തുവിൻ്റെ ആ ശരീരം മുൻപേ ഉണ്ടായിരുന്നു എന്ന് ധരിക്കുന്നതിൽ ഒരപകടവുമില്ല. അത് ബിബ്ലിക്കലാണ്. എന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നും. അതും കൂടെ പരിഹരിച്ച് പോകാം. ശ്രദ്ധയോടിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ചില ആളുകളൊക്കെ മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിലെ ഊഹാപോഹങ്ങളോ ഹൈപ്പോതെറ്റിക്കലായ ചില നിലപാടുകളൊക്കെ എടുത്താൽ പറയുന്നത്, നിങ്ങൾക്ക് വിശുദ്ധ ബൈബിളിനെ ആധാരമാക്കിക്കൊണ്ട് ഈ പ്രിൻസിപ്പിൾസിന് പുറത്ത് ചാടാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ പറയുന്നവയ്ക്കെല്ലാം കൃത്യമായ ബൈബിളിലെ വചനങ്ങൾ ആധാരമായി തരുന്നുണ്ട്. അതുകൊണ്ട് എന്തിനാണെന്ന് പറയാം. ഈ യേശുവിൻ്റെ മനുഷ്യ ശരീരം, നമ്മുടെ കർത്താവിൻ്റെ ആ ശരീരം, യേശുവിനാണ് ഈ മനുഷ്യ ശരീരം കേട്ടോ. എന്തെന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ പുത്രനാണ് ഈ മനുഷ്യ ശരീരം എടുക്കുന്നത്. നമുക്കറിയാം. ഒരു ചോദ്യം സാധാരണഗതിയിൽ വരാറുണ്ട്, തൃത്വത്തോടു കൂടെ ഒരു മനുഷ്യത്വം ഉണ്ടായിരുന്നു. തൃത്വത്തോടുകൂടെ എന്നേക്കും ആ മനുഷ്യത്വം ഉണ്ടായിരുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് അതിന് നിത്യതയുടെ ഒരു ഘട്ടത്തിൽ ഒരാരംഭമുണ്ടായിരുന്നു ധരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തിനായിരുന്നു അതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ സ്ഥാപിക്കുമ്പോൾ എന്തിനാണ് എന്നുകൂടിയുണ്ട്. പറയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 ഒക്കെ പരിശോധിക്കുമ്പോൾ, അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നു. അവിടെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പം നാം നമ്മുടെ സ്വരൂപം, സാദൃശ്യം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അസ്തിത്വത്തിൻ്റെ ഒരു പകർച്ച തീർച്ചയായിട്ടും മനുഷ്യർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് ദൃശ്യമായി ചിലതേ കിട്ടുന്നുള്ളൂ. അതിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ സൃഷ്ടിക്ക് വേണ്ടി നമ്മെ മെനയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡൊണേറ്റ് ചെയ്തത് എന്ന് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയുമൊക്കെ അടുത്തറിയുന്ന ഒരു ഘട്ടത്തിലാണ്, നമുക്ക് ആസ്വദിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
എന്നാൽ പുത്രനെക്കുറിച്ചുള്ളത് പുത്രൻ നമ്മുടെ ഇടയിൽ പാർത്തുകൊണ്ട് നമ്മോട് സഹവസിച്ചതുകൊണ്ട് അത് അനായാസനെ അറിയാനായിട്ട് പറ്റും, ആസ്വദിക്കാനായിട്ടും പറ്റും. അത് എങ്ങനെയെന്ന് ഞാൻ പറയാം. ദൈവം തൻ്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ സ്വരൂപം എന്നതിന് തത്തുല്യമായി അതിൻ്റെ എബ്രായ പദം സെലേം എന്നാണ്. ഈ സെലേം എന്ന പദം 83 തവണ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഇത് എബ്രായ പദമാണ്, SELEM. അതിന് തത്തുല്യമായി ഹൈപ്പോഡെയ്ക്മ എന്നൊരു പദമാണ് ഗ്രീക്കിൽ കാണുന്നത്. ഈ ഹൈപ്പോഡെയ്ക്മ എബ്രായ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് 9-ാം അധ്യായത്തിൻ്റെ 23-ലാണ് കിടക്കുന്നത്. സമാഗമന കൂടാരത്തിലെ ആലയത്തിലെ ആ മുഴുവൻ ഉപകരണങ്ങളും സ്വർഗത്തിലിരുന്നതിൻ്റെ പ്രതിബിംബം ആയിരുന്നു എന്നാണ്. ഇവ രണ്ടും കൂടെ നിങ്ങളൊന്ന് ചേർത്ത് ചിന്തിക്കണം. അപ്പോൾ സമാഗമന കൂടാരത്തിൽ കുറേ ഉപകരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. കാഴ്ചയപ്പത്തിന് മേശയുണ്ട്, തങ്ക നിലവിളക്കുണ്ട്, പ്രധാനപ്പെട്ടത് പെട്ടകമുണ്ട്, അതിൽ കൃപാസനമുണ്ട്, പിന്നെയും വിവിധങ്ങളായ ഉപകരണങ്ങൾ അവിടെയുണ്ട്. വിശുദ്ധ കൂടാര ഉപകരണങ്ങളും വിശാലമായൊരു വിഷയമാണ്. ഇവയൊന്നും പുതുതായി ഉണ്ടായതല്ല, മറിച്ച് മോശയോട് പറയുന്നുണ്ട്, സ്വർഗത്തിൽ വെച്ച് ഞാൻ നിനക്ക് കാണിച്ചു തന്ന മാതൃക, പർവ്വതത്തിൽ വെച്ച് ഞാൻ നിനക്ക് കാണിച്ചു തന്ന മാതൃക, അങ്ങനെ വേണേ, പർവ്വതത്തിൽ വെച്ച് ഞാൻ നിനക്ക് കാണിച്ചു തന്ന മാതൃക. അപ്പോൾ മോശ ഒരു മാതൃക കണ്ടു. അപ്പോൾ റിയൽ വൺ എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ, ഈ കാഴ്ചയപ്പത്തിന് മേശയും ഈ പറയപ്പെടുന്ന വിശുദ്ധ നിലവിളക്കും മെനോറ, അതുപോലെ വിശുദ്ധ പേടകം, കൂടാതെ തന്നെ മണ്ണായിട്ട് വെച്ച പൊൻപാത്രം, ഇവയെല്ലാം ഈ പറയപ്പെട്ട വിശുദ്ധാലയത്തിലെ ഉപകരണങ്ങളുടെയെല്ലാം ഒരു ഒറിജിനൽ അവിടെയുണ്ട്. അതെങ്ങനായിരിക്കും? കതിരമരം കൊണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ച പോലെയൊക്കെ ആയിരിക്കുമോ? അല്ല, അതിൻ്റെ പ്രതിബിംബമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒറിജിനൽ ഒരെണ്ണം തീർച്ചയായും സ്വർഗത്തിലുണ്ട്. അതെങ്ങനെയെന്ന് നമുക്കറിയില്ലെന്നേ, അതൊന്നും നമുക്ക് വെളിപ്പെടുത്തിയില്ല. മോശ കണ്ടു. അതിനാണ് ഒഹേലിയാവും ബസലേലും, ഈ യഹൂദാ ഗോത്രത്തിൽ നിന്നുള്ള ബസലേൽ, ദാൻ ഗോത്രക്കാരൻ ഒഹേലിയാവ്, ഇവർ രണ്ടാളുകളും ചേർന്ന് ദർശനം കിട്ടിയ മോശയോട് ചേർന്ന് വളരെ കൃത്യമായിട്ടത് പണി കഴിപ്പിക്കുകയാണ്. ഒരളവിൽ തെറ്റില്ല, അതിൻ്റെ ദൈവം പറഞ്ഞ രീതിയിൽ തന്നെ അത് നിർമ്മിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ചില പ്രതിബിംബങ്ങൾ ഭൂമിയിലുണ്ട്. ഇപ്പോൾ ഒറിജിനൽ സ്വർഗത്തിലുണ്ട്. മനുഷ്യനും പ്രതിബിംബമാണെന്ന്. ആരുടെ പ്രതിബിംബമാകും? നമ്മളൊക്കെ ആദം ആരുടെ പ്രതിബിംബമായിരുന്നു? എന്ത്? ആദമിനെ രൂപീകരിച്ചത്, സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്ന് മെനഞ്ഞു എന്ന വാക്കാണ്. യത്സർ എന്ന എബ്രായ പദം കിടക്കുന്നു, മെനയുക എന്ന അർത്ഥത്തിൽ. നിങ്ങൾ ഉൽപ്പത്തി പഠിച്ചാൽ സൃഷ്ടിക്ക് 3 പദം കിടപ്പുണ്ട്. ബാറ എന്നൊരു പദം, ആസ എന്നൊരു പദം, യത്സർ എന്നൊരു പദം. അപ്പോൾ ഈ യത്സറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മെനയുക. അപ്പോൾ ദൈവം മെനഞ്ഞപ്പോൾ അതിന് ഒരു പ്രതിബിംബമുണ്ടായി. അതിലൊരു യഥാർത്ഥ രൂപത്തെ ആധാരമാക്കിക്കൊണ്ട്, ഒരു സെലേമിനെ ആധാരമാക്കിക്കൊണ്ട് നമുക്ക് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആരുടെ രൂപമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മോട് അനുരൂപപ്പെട്ട ഒരുവനെ നോക്കിയാൽ മതി. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിനക്കൊരു തെളിവ് വേണ്ടേ? രാത്രി ഗെത്സമനയിലായിരുന്ന ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന ആളുകൾക്കൊരു സംശയം, ഈ രാത്രി ശിഷ്യരാരാ, യേശു ആരാ, നാം എങ്ങനെ അറിയും? അങ്ങനെയാണ് ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം യേശുവിന് ശിഷ്യന്മാർക്കും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല കാഴ്ചയിൽ. അങ്ങനെയെങ്കിൽ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ, അല്ലെങ്കിൽ പാപം ചെയ്യാത്ത അവസ്ഥയിലെ ആദം ആരുടെ പ്രതിബിംബമാണെന്ന് അറിയണ്ടേ? അത് സ്വർഗീയനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യരൂപത്തിൻ്റെ ഒരു പ്രതിബിംബമാണ്. പക്ഷെ മെറ്റീരിയൽ രണ്ടാണ്. ഒന്ന് മണ്ണാണെങ്കിൽ ഒന്ന് സ്വർഗീയമാണ്. ആ സ്വർഗീയമായ ശരീരത്തിന് എന്ത് പേരിടണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ മുമ്പിൽ അതിന് പ്രത്യേകിച്ചൊരു പേര് പറയാനൊന്നും പറ്റില്ല. ഒറ്റവാക്കി പറഞ്ഞാൽ, നമ്മളൊരിക്കൽ ആ രൂപത്തോട് സദൃശ്യരാകുമ്പോൾ നമുക്ക് ആ സംശയമൊക്കെ മാറും. പക്ഷേ വചനത്തിൻ്റെ നിരന്തരമായൊരു വായനയിൽ അത് നിങ്ങളെ കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന എൻ്റെ ഒരു ചിന്ത. അപ്പോൾ സ്വർഗത്തിൽ ധാരാളം വസ്തുക്കളുടെ ഒറിജിനലുണ്ട്. അതിൻ്റെ പ്രതിബിംബമാണ് സമാഗമന കൂടാരത്തിലേതെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവും സ്വർഗത്തിൽ മനുഷ്യ രൂപത്തിലും ഭാവത്തിലും ദൈവരൂപം ഒട്ടും കളയാതെ, അപ്പോൾ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ആ ഹൈപ്പോസ്റ്റാറ്റിക് നേച്ചർ, അല്ലെങ്കിൽ ആ സംയുക്തമായ യൂണിയൻ, അതൊരിക്കലും കളയാതെ അന്നും നിലനിന്നിരുന്ന് പിൽക്കാലത്ത് നിലനിന്നിരുന്നു. അവിടെ നിന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട്. എന്താണ്? ക്രിസ്തുയേശുവിലെ ഭാവം നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ
ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, അങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണ്. അതിന് ഞാൻ എളുപ്പത്തിലൊരു കാര്യം പറയാം. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്ഥലം, കാലം, സമയം ഇതിന് വിധേയരല്ല. സ്ഥലത്തിനും കാലത്തിനും പദാർത്ഥത്തിനും ദൈവം ഒരിക്കലും വിധേയനല്ല. എന്നാൽ ദൈവം ഇതിന് അതീതനാണ്. സ്ഥലം ദൈവത്തെ ബാധിക്കില്ല. എവിടെ ഇരിക്കുന്നു, എവിടെയാണ്, സകല പ്രപഞ്ചത്തിലും അവൻ നിറഞ്ഞു നിൽക്കുന്നു, എല്ലായിടത്തും. അതാണ്. സമയം ബാധിക്കില്ല. പദാർത്ഥാധിഷ്ഠിതനല്ല ദൈവം. എന്നാൽ ഈ ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്നാളത്വങ്ങളുണ്ട്. ഇതിലെ പുത്രൻ കാലത്തിനും പദാർത്ഥത്തിനും അതുപോലെ ദേശത്തിനും, അതായത് സ്ഥലത്തിനും വിധേയനായതാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ 33 കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ. എത്ര എളുപ്പമാണത് പഠിക്കാൻ. പണ്ടേയുള്ള ഹ്യൂമൻ നേച്ചർ അത് പിതാവിനാൽ ലഭിച്ചതാണ്, ദൈവത്താൽ ലഭിച്ചതാണ്. യോഹന്നാൻ 17 പ്രാർത്ഥനയുടെ അർത്ഥം അതാണ്. പിതാവേ, ലോകസൃഷ്ടിക്ക് മുമ്പ് നിൻ്റെ അരികിൽ എനിക്കുണ്ടായിരുന്ന ആ മഹത്വത്തിലേക്ക് നീ എന്നെ മഹത്വപ്പെടുത്തണം. മഹത്വപ്പെടുത്തിയപ്പോൾ പറയാണ്, മഹത്വവും തേജസ്സും അണിഞ്ഞവനായി നാം അവനെ കാണുന്നു. എബ്രായർ 2:9 അവസാന ഭാഗങ്ങൾ. ഫിലിപ്പർ 2 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെയും 2:9 കാണുന്ന എങ്ങനെ സകല നാമത്തിനും മേലായ നാമം നൽകി അവിടുന്ന് ഉയർത്തി. അപ്പോൾ ഉയർത്തപ്പെട്ട ആ സ്റ്റാറ്റസും മുമ്പുണ്ടായിരുന്ന സ്റ്റാറ്റസും ഒന്നല്ലേ സഹോദര? അതിലെന്താണ് കുറ്റം? അവിടെ എവിടെയാണ് അപാകത? ആ ക്രിസ്തു സമയത്തിനും സ്ഥലത്തിനും പദാർത്ഥത്തിനും വിധേയനായി തൻ്റെ സൃഷ്ടിയായ ഒരു കർത്തൃദാസിയുടെ ഉദരത്തിൽ ഭൂജാതനായി. ആ ക്രിസ്തുവിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടുന്ന്. അപ്പോൾ ചിലർ ചോദിക്കും, വിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ നിന്ന് കർത്താവ് ഈ പോഷകാംശങ്ങളും ആഹാരമൊക്കെ എടുത്തില്ലേ? എടുത്തിരിക്കാം. ഇല്ലെന്നാര് പറയുന്നു? അത് അശുദ്ധമാണോ? ഹേയ്, ഒരിക്കലും അല്ല. കാരണം കുടുംബാവിയായ സക്കായുടെ വീട്ടിൽ പോയി നല്ല ഭക്ഷണം കഴിച്ചവനല്ലേ യേശു. അപ്പോൾ നമ്മൾ കർത്താവ് എന്തെങ്കിലും ഒന്ന് കഴിക്കുക വഴി അവിടുന്ന് അശുദ്ധനാവുന്നില്ല. അതാണ് പഠിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ മറിയെ നീ എന്ത് മറിയിൽ നിന്ന് എടുത്താലും അശുദ്ധനാവില്ല. അപ്പോൾ ഈ ശരീരം എടുത്തു എന്നങ്ങ് സമ്മതിച്ച എന്താണ് കുഴപ്പം? ഒരു ചോദ്യം എന്നോട് ചോദിക്കുക. എനിക്ക് ദുശാഠ്യമൊന്നുമില്ല. അതിനാധാരമായിട്ട് ഒരു വചനം തരാനില്ല. നിങ്ങളതിന് പറഞ്ഞ തെളിവുകൾ ആ രൂപത്തിലല്ലെന്ന് മനസ്സിലായി. കാരണം ദാവീദിന് സന്തതി എന്ന് പറയുന്നത് യോസേഫ് വഴിയിലാണ് സ്നേഹിത. യോസേഫിൻ മറിയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലാവില്ല കാര്യം. അപ്പം ജഡപ്രകാരമല്ലത്. ഇന്നു മുതൽ ഞാൻ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. കർത്താവ് അങ്ങനെ പറയുന്നത്. ജഡപ്രകാരം അല്ലത്, അത് വാഗ്ദത്തത്തിൻ്റെ വഴിയാണ്. അങ്ങനെയെങ്കിൽ ക്രൂശിക്കപ്പെട്ടത് ഒരു മനുഷ്യനല്ലെന്ന് വരുമോ? നിങ്ങൾ ആര് പറഞ്ഞു മനുഷ്യനല്ലെന്ന്? കാരണം ഇപ്പോഴും കർത്താവ് മനുഷ്യനാണ്. പക്ഷേ നമ്മെപ്പോലൊരു മനുഷ്യനാണോ? അല്ല. എൻ്റെ കാരണം പറയാം. നമ്മളെല്ലാം അപൂർണരാണ്, കുറവുകളുള്ളവർ. പക്ഷേ യേശു സമ്പൂർണനാണ്, സമ്പൂർണ്ണ മനുഷ്യനാണ്. അപ്പോൾ സമ്പൂർണ്ണ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? സമ്പൂർണ്ണ മനുഷ്യനെന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് കൺസെപ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്കിത് എളുപ്പത്തിൽ മനസ്സിലാകണം. ഒരു സമ്പൂർണ്ണ മനുഷ്യൻ ശക്തി സൗന്ദര്യങ്ങളിൽ മറ്റ് ഗുണപരമായ കഴിവുകളുടെ ഏറ്റവും ഉയർന്ന ഭാവം, അതിൻ്റെ എൻബോഡിമെൻ്റ് ഫോം, അതിൻ്റെ ക്ലൈമാക്സിൽ വിരാജിക്കാൻ സാധിക്കണം. കഴിവിൽ, നേട്ടങ്ങളിൽ, അറിവിൽ, ജ്ഞാനത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ. അങ്ങനെയെങ്കിൽ യേശുവിന് ഈ കഴിവ് ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതേ സമയത്ത് നമ്മുടെ കർത്താവായ യേശുവിന് മറ്റൊരു കാര്യം കൂടി ഉണ്ടാകണം. സമ്പൂർണ്ണ മനുഷ്യന് കഷ്ടതയിൽ, വേദനയിൽ, ഞെരുക്കത്തിൽ ഏറ്റവും താഴേക്കും ഇറങ്ങാൻ പറ്റണം. 2 എക്സ്ട്രീമിലേക്കും ഫ്ലെക്സിബിൾ ആകണം. രണ്ടാമത് പറഞ്ഞ ആ താഴേക്ക് നിപതിക്കുന്നവന് വേദനയുണ്ട്, വിശപ്പുണ്ട്, കഷ്ടപ്പാടുണ്ട്. അതിലേക്കും അവൻ വരണം. ഇത് 2 വഴിക്കും കടന്നു പോകണം. ഈ ശരീരമാണ് യേശു താഴേക്ക് ഇറങ്ങിയെടുത്തത്. ഇപ്പോൾ കഷ്ടപ്പെടാം, വേദന സഹിക്കാം. അവിടെ എനിക്കും നിങ്ങൾക്കും തുല്യനായി പരീക്ഷിക്കപ്പെടണം. അപ്പോൾ ആ ശരീരത്തിൻ്റെ സവിശേഷതകൾ അത് തടയപ്പെടുന്നില്ല. കാരണം താഴേക്ക് ഇറങ്ങിയെന്ന്, മഹത്വമെല്ലാം മാറ്റിവെച്ചെന്ന്, മഹത്വം ഒഴിവാക്കി ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ പിന്നെ മനസ്സിലായില്ലേ?
മഹത്വം ഒഴിവാക്കി. ഇതൊക്കെയായിരുന്നു അതിൻ്റെ മഹത്വം. ആ ഗുണഗണങ്ങളെല്ലാമുള്ള ആ ക്വാളിറ്റികളെ മുഴുവൻ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് അവിടുന്ന് വന്നു. സോറി, അതല്ലേ ശരി. അപ്പോൾ അവൻ ക്രൂശിക്കപ്പെട്ടു. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു. ഇപ്പോൾ ഈ പ്രലോഭിപ്പിക്കപ്പെട്ടു, നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു, ഇതൊക്കെ പ്രഹസനമായിരുന്നു? അല്ലെന്ന്. താഴേക്കിറങ്ങി ഇത് സഹിക്കാൻ, വേദന സഹിക്കാൻ, കഷ്ടം സഹിക്കാൻ താഴേക്കിറങ്ങി. ഇനി ഈ പഠനത്തിൻ്റെ സിലബസിലില്ലാത്ത ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം. എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രലോഭനങ്ങളൊരു പ്രശ്നമാണ്. അങ്ങനെയൊരു ചോദ്യം, ഈ പരീക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ശരീരം ഏതാണ്? സുഹൃത്തെ, പരീക്ഷയ്ക്ക് വിധേയമാകാവുന്ന എൻ്റെയും നിങ്ങളുടെ ഈ ശരീരത്തോട് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും അവരെപ്പോലെയായി. പിന്നെ പരീക്ഷിക്കപ്പെടാൻ എന്താ പ്രയാസം? ഈ ഉന്നതമായ സാധ്യതകളുള്ള ആ ശരീരത്തെ ഇത്രയും താഴേക്ക് പുത്രൻ കൊണ്ടുവന്നു, നമ്മളെപ്പോലായി. പിന്നൊരു വ്യത്യാസമുണ്ട്. മണ്ണിൽ നിന്നല്ലത്. മണ്ണിൽ നിന്നല്ലാത്ത ശരീരത്തിനും പീഡിപ്പിക്കപ്പെടാൻ പറ്റും. ഐഡൻറ്റിഫൈ ചെയ്യുക. അതാ പുത്രൻ്റെ കൃപ. ഉയർന്ന ആ ശരീരം കൊണ്ട്, ശ്രേഷ്ഠകരമായ ശരീരം കൊണ്ട്, മരണത്തിന് വാഴാൻ കഴിയാത്ത ആ ശരീരം കൊണ്ട് മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കാട്ടിയ ത്യാഗസന്നദ്ധതയുടെ പേരാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. അപ്പം അത് പുത്രൻ കൃത്യമായി നിറവേറ്റി. അതാണ് കാണേണ്ടത്. ഇനി മറ്റൊന്നുകൂടി. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഈ പരീക്ഷ ഭയങ്കര കട്ടിയായിരുന്നു. പരീക്ഷ ഇട്ട തന്ത്രശാലിക്ക് അത് ഭയങ്കര കട്ടിയായിരുന്നു. പരീക്ഷയെ നേരിട്ടവൻ അനായാസേന ജയിച്ചിട്ട് പറയാം, മക്കളെ ഞാനാ നിൻ്റെ മാർഗദർശി, വാ എനിക്കൊപ്പം നിൽക്ക്, നീ ജയിക്കും. ചുരുക്കി പറഞ്ഞാൽ ഏത് കഠിന പരിശോധനയും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ യേശുവിനൊപ്പം നിന്നാൽ മതി, നമ്മൾ ജയിക്കും. ഹല്ലേലൂയ. ജയമെടുത്തവൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മളും ജയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി തോറ്റുപോയാൽ നമ്മൾ തോറ്റ സ്ഥാനാർത്ഥി നമ്മുടെ ആളാന്ന് കൂട്ടിക്കോ. ഇപ്പോൾ ഈ ഒരാൾ തോറ്റാൽ നമുക്ക് ജയിക്കാനൊരു വഴിയുള്ളൂ. ജയിച്ച സ്ഥാനാർത്ഥിക്കൊപ്പം നമ്മളും കൂടിയാൽ മതി. അവൻ്റെ ജയം നമ്മുടെയും ജയമാണ്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അപകടകരമായ ഒരു വിഷയം കൂടി നമുക്കൊന്ന് കൈകാര്യം ചെയ്യണം. എൻ്റെ സ്നേഹിതൻ ഇ.എസ്. തോമസ് അദ്ദേഹം എങ്ങനെയോ ഈ വിഷയത്തിൽ ചില അബദ്ധങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്, എങ്കിലും തിരുത്താതെ വയ്യ. അത് ചർച്ചയ്ക്കിടയിൽ യേശുവിൻ്റെ ശരീരം മറിയിൽ നിർത്തുന്ന അദ്ദേഹം വാദിക്കുന്നത്. എങ്ങനെയാണോ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. മറിയിൽ നിന്നെടുക്കാനേ സാധിക്കൂ എങ്കിലേ മനുഷ്യനാകൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു, അങ്ങനെയെങ്കിൽ മറിയയ്ക്ക് XX ക്രോമസോമല്ല ഉള്ളോ? അതിൽ നിന്ന് എങ്ങനെ 2 പുരുഷപ്രജ ഉണ്ടാവുക? ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു ശരീരം കൊടുക്കാൻ വചനം കൂടെ പിൻഗമിക്ക്, അത് വിശ്വസിക്കുന്ന എന്താ ബുദ്ധിമുട്ട്? അത് മനുഷ്യരും തന്നെ എടുക്കണം. എന്താണ് നിയമം? സാധിക്കില്ലെന്ന് മനുഷ്യരിന്ന് വേണ്ടെന്ന്. കാരണം മനുഷ്യർക്കിടയിൽ നിന്നെടുക്കുന്ന ഏത് മഹാപുരോഹിതനും തൻ്റെ പാപങ്ങൾക്ക് കൂടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ ബാധ്യസ്ഥനാണെന്ന്. ഇനിയുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 25, 26, 27 വാക്യങ്ങളൊക്കെ വായിക്കണം. അവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. മനുഷ്യർക്കിടയിൽ നിൽക്കുന്ന പുരോഹിതൻ്റെ പ്രശ്നം പറയാം. ആണ്ടുതോറും ആ പുരോഹിതൻ അഹരോൻ ആടുകളുടെ രക്തമൊക്കെ ആയിട്ട്, കോലാട്ടുകൊറ്റൻ്റെ രക്തമൊക്കെ ആയിട്ട് മന്ദിരത്തിനകത്ത് കിടക്കണം, അന്തർമന്ദിരത്തിൽ പ്രവേശിക്കണം, അവിടുന്ന് പിന്നെ പുറത്തേക്ക് വരണം, നിൻ്റെ പാപം ക്ഷമിച്ചു എന്ന് ഇസ്രായേൽ മക്കളോടൊക്കെ പറയണം. അങ്ങനെ ഉള്ളൊരു പുരോഹിതനല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പൗലോസ് പറയുകയാണ്, അല്ലെ എബ്രായലിനെ കർത്താവ് പറയുകയാണ്, ലോകസ്ഥാപനം മുതൽക്കേ അവൻ കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. ആര്? കർത്താവ്. അതായത് ആണ്ടുതോറും ഇത് വേണമെങ്കിൽ ലോകസ്ഥാപനം മുതലേ യേശു കഷ്ടമനുഭവിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ, സ്നേഹിത, ലോകസ്ഥാപനം മുതൽ ഇല്ലാത്ത ആൾ എങ്ങനെ കഷ്ടം അനുഭവിക്കുക? കഷ്ടമേതായാലും ദൈവിക ശരീരത്തിലല്ലോ, ആ നേച്ചറിനല്ല, അത് മനുഷ്യ ശരീരത്തിനാണ്. ആ മനുഷ്യ ശരീരം തൻ്റെ സൃഷ്ടിയായ ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസിയുടെ ഉദരത്തിൽ വന്നു എന്ന് വിശ്വസിക്കാൻ ബൈബിളിൽ എഴുതിയിരിക്കെ നിങ്ങൾക്കെന്താണ് മടി? ഇനി യേശു പറഞ്ഞ മറ്റൊരു കാര്യത്തിനു കൂടി മറുപടി പറഞ്ഞ് നമുക്ക് നിർത്താം. ചോദ്യം ചർച്ചകളുടെ മധ്യേ അദ്ദേഹത്തോടൊരു യേശുവിൻ്റെ ആ ശരീരം വേദനിച്ചു, കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞു.
യേശുവിന് ലൈംഗികമായ ഒരു ചോദന, ഒരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാകുമോ? അത്തരം തോന്നലുണ്ടാകുമോ? പ്രലോഭനമുണ്ടാകുമോ? ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് വലിയതായിട്ട് പരീക്ഷിക്കപ്പെടുന്നത്? ഞാൻ വളരെ നിശിതമായിട്ട് എതിർക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ലെന്ന്. അപ്പം പിന്നെ ഉണ്ടാവില്ല. എന്താ കാര്യമെന്ന് പറയാം. ഈ സാധാരണഗതിയിലെ ഒരു പ്രശ്നം പോലല്ല യേശുവിൻ്റെ കാര്യത്തിൽ ലൈംഗികത. ലൈംഗികത പാവമാണോ? അല്ലല്ലല്ല, അത് അനുഗ്രഹമാണ്. ദമ്പതികൾക്കിടയിൽ അനുഗ്രഹമാണ്. ദാമ്പത്യ ബന്ധമില്ലാത്തവർ അത് നിർവഹിക്കുന്നത് പാപമാണ്. ദമ്പതികൾക്കിടയിൽ അത് അനുഗ്രഹമായിട്ടാണ്. സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിച്ചു പെരുകാനുള്ള മാധ്യമമാണത്. യേശുവിന് പാർട്ണറില്ല. സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിച്ചു പെരുകാൻ അയച്ചതല്ല. വീണ്ടെടുപ്പിന് അയക്കപ്പെട്ട ഊനമില്ലാത്ത യാഗവസ്തുവാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ വീണ്ടും ചോദിക്കുന്ന ലൈംഗികത പാവമാണോ? യേശുവിൻ്റെ കാര്യത്തിൽ സാധ്യമല്ല. അതിൻ്റെ കാരണം യേശു കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ പഠിപ്പിച്ചു. സ്ത്രീയെ മോഹിക്കത്തക്കവണ്ണം അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു. അങ്ങനെയെങ്കിലൊരു കാര്യം, മറ്റിതര വിഷയങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ ലൈംഗികത ഒരു തോന്നലായി ഒരു മനുഷ്യനിൽ വരണമെങ്കിൽ എതിർ ലിംഗത്തിൽപ്പെട്ട ഒരു ആളിൻ്റെ പ്രത്യക്ഷമോ പരോക്ഷമായ ദർശനമോ ഓർമ്മകളോ സ്പർശനമോ എന്തെങ്കിലുമൊക്കെ വേണം. അത് യേശുവിനങ്ങനെ തോന്നുകയും അദ്ദേഹം ഈ പറയപ്പെട്ട പ്രലോഭന വിധേയനാവുകയും ജയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് യേശു പഠിപ്പിച്ചതിനെതിരാവും. ഇതിനൊരു കാര്യമുണ്ട്. യേശുവിനിങ്ങനെ തോന്നാൻ ഇങ്ങനൊരു മീൻസ് ഇല്ല, ഒരു മാധ്യമമില്ല. എന്താണെന്ന് പറയാം. ഒരു പുരുഷനെന്ന നിലയിൽ നിങ്ങൾക്ക് സ്ത്രീയുടെ നഗ്നഭാഗങ്ങളോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഒരു ദൃശ്യമോ നിങ്ങളിൽ അഭിനിവേശം ജനിപ്പിക്കാം. യേശുവിന് ജനിക്കില്ല. എന്താണ് കാരണമെന്നോ? ഇത്തരം ഒരു കാഴ്ച യേശുവിന് പുതുമയല്ല. കാരണം ശൈശവാവസ്ഥ മുതൽ ഭ്രൂണാവസ്ഥ മുതൽ അല്ലല്ല അതിനു മുമ്പ് മുതൽ നമ്മെല്ലാം കാണുന്നു കർത്താവ്. സകലവും നഗ്നവും മലർന്നുമായി അവിടുത്തെ സന്നിധിയിൽ കിടക്കുന്നു. മാത്രം ഭൂമിയിലെ സകല മനുഷ്യരും ജാതി മതഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ അവിടുത്തെ മക്കളാണ്. ആ മക്കളെ നേർവഴി കാട്ടാൻ വന്നവൻ മക്കൾ തെറ്റിപ്പോകുന്നിടത്ത് അനുതാപത്തോടെ വേദനയോടെ നമ്മെ നോക്കുന്നു. സർവോപരി ഏതൊരു സ്ത്രീയും ഏതു രൂപത്തിലും യേശുവിൻ്റെ കുഞ്ഞാണ്. ഇനി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ യേശു കണ്ടു എന്ന് വിചാരിക്കുക, യേശുവിനെ വശീകരിക്കാൻ വരുന്ന ആളാണെന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു എന്ന് വരാം. പക്ഷേ പരീക്ഷകൻ ഇങ്ങനെ ഒരു ദൃശ്യവുമായിട്ട് വരുമ്പോഴും പരീക്ഷ ഇടുന്നവൻ ആൾ മാറിപ്പോവും. എന്താ കാര്യം? ഇത് തൻ്റെ മോളാണ്, വഴിതെറ്റിപ്പോയി. ആ സഹതാപത്തോടെ തന്നിലേക്ക് ചേർക്കാൻ, മകളെന്ന സ്നേഹവും കാരുണ്യവും കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരുവനെ ഉലകത്തിലുള്ളൂ. ഈ വിധമുള്ളൊരു മഹാപുരോഹിതൻ, നിർമ്മലൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ, ആ മഹാദൈവപുത്രന് ഒരു തരത്തിലുള്ള ലൈംഗിക അഭിനിവേശങ്ങളും ഇല്ല ഇല്ല ഇല്ല. അതിന് പ്രിയ ES ഞാനിങ്ങനെയുള്ള അവയവങ്ങളൊന്നും യേശുവിനില്ല എന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്നുണ്ട്. ആ പദം പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതേം കൂടെ വൾഗറായ പദങ്ങളൊക്കെ ഇവിടെ ചേരാത്ത, യേശുവിനുള്ള ബന്ധത്തിൽ ചേരാത്ത പദങ്ങളുമൊക്കെ സ്പീഡിൽ പറഞ്ഞു പോയതാണ്. അതെന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് വ്യത്യസ്തനാണ്. ജനനത്തിൽ വ്യത്യസ്തൻ, പ്രവൃത്തിയിൽ വ്യത്യസ്തൻ, പ്രസംഗത്തിൽ വ്യത്യസ്തൻ, ജീവിതത്തിൻ്റെ ആകത്തുകയിൽ വ്യത്യസ്തൻ. അവന് തുല്യനായി ഒരുവനുമില്ല. കഴിഞ്ഞ 2000 ആണ്ടുകളല്ല, ഉലക സൃഷ്ടിക്ക് മുമ്പ് മുതൽ ഇന്നേ വരെയുള്ള ആ ദൈവപുത്രനെ നിങ്ങൾ പരിശോധിച്ചാൽ ഒരു കുറവും ആർക്കും ആരോപിക്കാൻ കഴിയാത്ത അതുല്യനായ ആ വ്യക്തിപ്രഭാവത്തെ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് നിദാനമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞാൻ പതിവായി പറയുന്ന ആ സുവിശേഷത്തിൻ്റെ ശബ്ദം ഇവിടെ ആവർത്തിക്കുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമം, ഒരേ ഒരു നാമം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പവിത്ര നാമം. യേശുവേ, അങ്ങേ വിശ്വസിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൽ എത്ര ഭാഗ്യമാണ്. അങ്ങേപ്പോലെ സ്നേഹം നൽകാൻ കഴിയുന്ന ഒരാളുമില്ലല്ലോ. തെറ്റായ കണ്ണുകളോടെ ഉലകത്തിൽ പലരും സ്ത്രീകളെ നോക്കുമ്പോൾ അങ്ങയുടെ കണ്ണുകൾ എത്ര പവിത്രമായിരുന്നു. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച ആ പാത എത്ര ശ്രേഷ്ഠമായിരുന്നു.
ഞങ്ങൾ മനുഷ്യരെന്ന നിലയിൽ ഭൗതിക വസ്തുക്കളോട്, നശിച്ചു പോകുന്ന വസ്തുക്കളോട് ആസക്തി വരുമ്പോഴൊക്കെ ജയിച്ച നിനക്കൊപ്പം നിൽക്കാൻ എന്നെയും പ്രാപ്തനാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. തോറ്റുപോകുന്ന നമുക്കിതാ ഒരു മാർഗദർശി. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജയജീവിതം മുമ്പോട്ട് നയിപ്പാൻ സർവശക്തൻ കൃപയും പ്രാപ്തിയും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കൂടുതൽ ചർച്ചകൾക്ക് നമുക്ക് വിധേയമാക്കാം. തീർച്ചയായും നമുക്ക് ഇത് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യാം. ഒപ്പം എൻ്റെ ഈ വാദങ്ങളിലെ വിയോജിപ്പ് കമൻ്റായിട്ട് ഇടാൻ മറക്കണ്ട. തീർച്ചയായും അത് കണ്ട് മനസ്സിലാക്കി അനിവാര്യമായതിനു വേണ്ടി മറ്റൊരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിർവഹിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.